നമസ്കാരം. അമേരിക്കയും ചൈനയും ലോകത്തെ വലിയ രണ്ട് ശക്തികളാണ്. സാമ്പത്തികവും സൈനികവും ബലവുമെല്ലാം കൊണ്ട് ഏറെ മുന്നിലാണ് ഈ രണ്ട് രാജ്യങ്ങളും. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇരു രാജ്യങ്ങളും അത്ര നല്ല രസത്തിലല്ല പോകുന്നത്. പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിലുണ്ട്. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് പണി കൊടുത്തിരിക്കുകയാണിപ്പോൾ. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയ്ക്ക് 10% തീരുവയും ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. US ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചും വലിയ തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയുടെ വലിയ വ്യാപാര പങ്കാളികളായ ചിലരെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും ജനുവരിയിൽ അധികാരമേറ്റാൽ ഉടൻ തന്നെ തീരുവ ഉയർത്തുമെന്ന ഫയലുകളിൽ ഒപ്പുവെക്കുമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ട്രംപ് പ്രസിഡന്റായി എത്തുന്നതോടെ ചൈനയുടെ കഷ്ടകാലം ആരംഭിക്കുമെന്നാണ് സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. നിലവിലുള്ള തീരുവയ്ക്ക് പുറമെയാണ് ചൈനയ്ക്ക് 10% അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപിന്റെ നികുതി തീരുവകൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നിർമ്മാണ മേഖലയിലേക്കാണ്. ഇത് ഇന്ത്യക്ക് ഗുണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ അമേരിക്കൻ വ്യാപാരങ്ങൾ കൂടുതലും സോഫ്റ്റ്വെയറും ഔട്ട്സോഴ്സിംഗ് പോലുള്ള സേവന വിഭാഗത്തിലാണ്. ട്രംപിന്റെ ഈ തീരുമാനം ചൈനയ്ക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ചൈനയ്ക്ക് നിലവിൽ ചില സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. 2024 5% സാമ്പത്തിക വളർച്ച ചൈന പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടില്ല. പകരം 4.8% മാത്രമാണ് വളർച്ച നേടിയത്. ചൈനയിലെ ഈ വളർച്ചാ മാന്ദ്യം സാമ്പത്തിക അസ്ഥിരതയും ജനകീയ പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ ജനങ്ങൾ ചൈനയിൽ പ്രക്ഷോഭത്തിനായി തെരുവിലിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത്തരം ജനകീയ പ്രക്ഷോഭങ്ങളിൽ 0.2% വളർച്ച മന്ദീഭവിച്ചിട്ടുണ്ട്. ഇത് ചൈനീസ് ഭരണകൂടത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. സാമ്പത്തിക വെല്ലുവിളികൾ വർദ്ധിക്കുന്നതായും IMFും പറയുന്നുണ്ട്. ചൈന ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആശങ്കയിലാണ്. അതിർത്തി രാജ്യങ്ങളുമായുള്ള ചൈനയുടെ ബന്ധങ്ങൾ വഷളായിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര യുദ്ധത്തിലും ചൈനയ്ക്ക് തിരിച്ചടി കിട്ടി. സാങ്കേതിക വിദ്യാ രംഗത്ത് ചൈനയുടെ കുതിപ്പിന് തടയിടാൻ ശ്രമിക്കുകയാണ് അമേരിക്ക. സെമി കണ്ടക്ടർ അഥവാ ചിപ്പുകൾ അമേരിക്കയിൽ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ചൈനയുടെ മേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്നു. ചൈനയിലെ കമ്പനിയായ TJയിൽ നിന്നുള്ള ഡ്രോൺ ഇറക്കുമതി അമേരിക്ക അവസാനിപ്പിച്ചിരുന്നു. തായ്വാനും ചൈനയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുന്നതും അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ചൈനയുടെ പല ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അമേരിക്കയ്ക്ക് അത്ര നല്ല മതിപ്പില്ല. അതേസമയം ഇത്തരത്തിൽ തീരുവ ഉയർത്തുന്നത് US-നെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നും പണപ്പെരുപ്പം വർദ്ധിക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുന്നത് വഴി US ഉപഭോക്താക്കൾക്ക് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ മേടിക്കുമ്പോഴും ഉയർന്ന വില നൽകേണ്ടതായി വരും. രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയ്ക്കണമെന്നും ആഭ്യന്തര ഉൽപ്പാദനത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഈ നിലപാട് ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വ്യക്തമാക്കിയിരുന്നു. വിദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ സ്വന്തം രാജ്യത്ത് നിർമ്മിക്കണമെന്നാണ് ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നത്. ഇതുവഴി കൂടുതൽ ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ചൈനയോടുള്ള നിലപാട് ട്രംപ് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.